നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബാഡ്ജ് ക്ലാസ് ആണ്. സോ നമുക്ക് എങ്ങനെ ബാഡ്ജ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി നമ്മൾ സാധാരണ വെബ്സൈറ്റുകളിൽ കാണുന്നതാണ് ഒരു മെസ്സേജിൻ്റെ കൂടെ എത്ര മെസ്സേജ് വന്നതെന്ന് നമുക്ക് സൈഡിൽ നമുക്ക് ചെറുതായി കാണിക്കുന്നതാണ് എത്ര മെസ്സേജ് വന്നതെന്ന്. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബാഡ്ജാണ്. സോ നമ്മൾ ആദ്യമായി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ബട്ടൻ്റെ ക്ലാസ് നെയിം ഞാൻ BTN പ്രൈമറി സേവ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ ഞാൻ ഉദാഹരണമായി നമുക്ക് ഇൻബോക്സ് എന്ന് കൊടുക്കാം. ഇൻബോക്സ് സേവ് ചെയ്യാം. സോ ഇതിനുള്ളിൽ നമുക്കിതുപോലെ ലഭിക്കും. സോ അതിന് താഴെ നമ്മളൊരു സ്പാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്പാൻ ക്ലാസ്സിനുള്ളിൽ ഞാൻ ഉദാഹരണമായി 10+ അല്ലെങ്കിൽ 99+ എന്ന് കൊടുക്കുന്നു. സാധാരണ നമുക്കിതുപോലെ കാണിക്കുന്നതാണ്. സോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. ഇനി ഞാൻ സ്പാൻ എലമെൻറ്റിന് ഇവിടെ ഒരു ക്ലാസ് നെയിം അസൈൻ ചെയ്യുന്നു. അതായത് ബാഡ്ജ് എന്ന് അസൈൻ ചെയ്തു. അതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ഞാൻ കൊടുക്കുന്നു. ഡേഞ്ചർ റെഡ് കളർ ലഭിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. നമ്മളിതുപോലെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻബോക്സ് അതുപോലെ മെസ്സേജ് എന്ന് പറഞ്ഞ് നമുക്ക് എത്രയാണോ മെസ്സേജ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു എണ്ണം നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു. സോ ഇത്തരത്തിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇനി നമുക്ക് ഈ ഒരു ബാഡ്ജിന് നമുക്ക് മറ്റെല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി നമുക്കിതിൻ്റെ റൗണ്ട് ചെയ്യാം. സോ നമുക്കിവിടെ റൗണ്ടഡ് ബോർഡർ നമ്മൾ പഠിച്ചിരുന്നു. റൗണ്ടഡ് പിൽ എന്ന് പറയുന്ന ബോർഡർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു റൗണ്ടഡ് ഷേപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ഞാനത് കോപ്പി ചെയ്ത് താഴോട്ട് പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ മെസ്സേജസ് എന്ന് കൊടുക്കുന്നു. സോ ഞാനിവിടെ 10+ എന്ന് കൊടുക്കുന്നു. 10+. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നു. നമുക്കൊരു BR ടാഗ് കൊടുക്കാം. സോ BR ടാഗ് സേവ്. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ലഭിക്കുന്നു. ഇതിൻ്റെ കളേഴ്സ് എല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ BG info നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. BG info. ഇതിൻ്റെ ഡേഞ്ചറിൻ്റെ മാറ്റി ഞാനിവിടെ വാണിംഗ് എന്ന് കൊടുക്കുന്നു. വാണിംഗ് സേവ് ചെയ്യാം. സോ ഈ രീതിയിൽ ലഭിക്കുന്നു. വാണിങ്ങിന് പകരമായി നമുക്ക് സക്സസ് കൊടുക്കാം. സോ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ബാഡ്ജ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ബാഡ്ജസ് വളരെ ഈസിയായി വളരെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ക്ലാസ് നെയിം എന്ന് പറയുന്നത് ബാഡ്ജാണ്. അതിന് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതുപോലെ ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്.